മലയാളത്തിൻ്റെ നടന വിസ്മയം മോഹൻലാലിന് അദ്ദേഹത്തിൻ്റെ 65-ാം വയസ്സിൽ അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത് ഭാരതത്തിൻ്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാസാഹിബ് ഫാൽക്കെ അവാർഡാണ്. ഈ അവാർഡ് അദ്ദേഹത്തിന് കിട്ടുമ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും, ലോകത്തിൻ്റെ ഏത് കോണിലുള്ള മലയാളിക്കും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നടന വൈഭവത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും, സിനിമാ പ്രേമിക്കും അതൊരു അഭിമാന നിമിഷം തന്നെയാണ്. പക്ഷേ ചില നത്തോലികൾ ഇവിടെ കിടന്ന് ചിലയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് കിട്ടാനുള്ള അർഹതയുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കിട്ടുമ്പോൾ പറയുന്നത് എന്തായിരിക്കും? പൈസ കൊടുത്ത് വാങ്ങിയതായിരിക്കും, അല്ലാണ്ട് കിട്ടുമൊന്നുമില്ലല്ലോ എന്നാണ് സ്വാഭാവികമായും പറയാം. അല്ല വിജയ്, ഇത് ശരിക്കും മോഹൻലാലിന് അതിനുള്ള അർഹതയില്ലേ? ഗ്രഹണമല്ലേ ഞാഞ്ഞൂലും തലപൊക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. അത് മോഹൻലാലിൻ്റെ കാലഘട്ടത്തിലൊരു, എനിക്ക് തോന്നുന്നു 2018 ഒടിയന് ശേഷമുള്ള ഒരു നീണ്ട കാലഘട്ടം, 7 വർഷം ഗ്രഹണം തന്നെയായിരുന്നു. അവിടെ ഒരുപാട് ഞാഞ്ഞൂലുകൾ തലപൊക്കിയിട്ടുണ്ട്. കോവിഡിൻ്റെ സമയത്തൊക്കെ അദ്ദേഹം ഒരു പരസ്യത്തിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ പരസ്യത്തിൽ അഭിനയിക്കുന്നു. ഇവിടെ ആർക്കും ജോലിയില്ല, അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം? ഇവിടെ ആർക്കും ജോലി ഇല്ലാതിരിക്കുന്നു. ജോലി എന്താണ്, തൊഴിൽ മേഖല, അദ്ദേഹത്തിന് ജോലിയുണ്ട്. അദ്ദേഹത്തിന് ജോലി ചെയ്ത് ജീവിക്കണ്ടേ? പിന്നെ പരസ്യത്തിൽ അഭിനയിക്കുന്നു, ആമസോണിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു. അതൊക്കെയാണ് ഇവരുടെ പരാതി. മോഹൻലാൽ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇടുന്ന പോസ്റ്റിൽ എന്തെങ്കിലും ഒരു വരി, ഒരു അക്ഷരം തെറ്റിയാൽ അതിനെ ഇത് ചെയ്യുക. അപ്പോൾ ബീങ് മോഹൻലാൽ ഈസ് നോട്ട് ഈസി നമ്മൾ പറയും. മോഹൻലാലായിട്ട് ഇരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം മോഹൻലാൽ തന്നെ ഇതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസിൻ്റെ ഷോയിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കല്ലേറ്, ഞാൻ മനസ്സിലാക്കുന്നത് 2016 എന്തോ നടന്നൊരിതാണ്. അന്നും ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ കല്ലേറ് കിട്ടിയിട്ടുള്ളൊരു നടൻ കൂടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ മോഹൻലാൽ അതിന് സൗമ്യമായ ഉത്തരം അദ്ദേഹം പറയുന്നത് എന്താണ്? പബ്ലിക് പ്രോപ്പർട്ടി അല്ലേ ഞാൻ, പബ്ലിക് പ്രോപ്പർട്ടി അല്ലേ കല്ലെറിയാനും അവകാശമുള്ളൂ, അത് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ്, വേറൊരു നടനായിരുന്നുവെങ്കിൽ, വേറൊരു വ്യക്തിത്വമായിരുന്നെങ്കിൽ അതായിരിക്കില്ല മറുപടി. അതാണ് അദ്ദേഹം എത്തി നിൽക്കുന്ന ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരു നെഗറ്റിവിറ്റിക്കും ടച്ച് ചെയ്യാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്ത അത്രയും ഹൈറ്റ്സിലാണ് അദ്ദേഹം നിൽക്കുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ 7 വർഷത്തിൽ അദ്ദേഹം ഇനി കേൾക്കാനൊന്നും ബാക്കിയില്ല. ഈ ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത്, നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് അദ്ദേഹം എന്താണ് അതിനെ പ്രകീർത്തിച്ചെഴുതിയപ്പോൾ, സൈനികരെ പ്രകീർത്തിച്ചെഴുതിയപ്പോൾ, നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചെഴുതിയപ്പോഴൊക്കെ അദ്ദേഹം വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മോഹൻലാൽ ആ സംഖ്യയാണ്. പക്ഷേ അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാവും. നമ്മൾ നരേന്ദ്രമോദിയുടെ കൂടെ അദ്ദേഹത്തിന് കാണാൻ പറ്റും, പിണറായി വിജയൻ്റെ കൂടെ അദ്ദേഹത്തിന് കാണാൻ പറ്റും, ഏതൊരു നേതാവിൻ്റെ കൂടെ അദ്ദേഹത്തിന് കാണാൻ പറ്റും. അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിക്കും പോവും, RSSൻ്റെ പരിപാടിക്കും പോവും. അദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല. കാരണം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർ ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയഭേദമന്യേ എല്ലാ മലയാളികളും അദ്ദേഹം സ്നേഹിക്കുന്നുള്ളതാണ്. അത് അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. 1980കളിൽ 78ലാണ് ആദ്യ സിനിമ വരുന്നത്, തിരക്കഥ എന്ന് പറയുന്നത്. അത് പൂർത്തിയായില്ല, അത് സുഹൃത്തുക്കളെല്ലാം കൂടെ ചെയ്ത സിനിമയാണ്. അത് കഴിഞ്ഞ് 80ലാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ തിരശ്ശീലയ്ക്ക് വരുന്നത്, വില്ലനായിട്ടാണ്. നമുക്കറിയാം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നരേന്ദ്രനായിട്ട് അദ്ദേഹം വരുന്നത്. അത് അന്ന് ആരും ആ മുഖം കണ്ട 20 വയസ്സുകാരൻ്റെ മുഖക്കുരു നിറഞ്ഞ ആ മുഖം കണ്ടിട്ട് അന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ അത് നായികയെ റേപ്പ് ചെയ്യാമെന്ന് നടനെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആ ഒരു നടനെ, അങ്ങനെ ആ ഒരു നടൻ നാളെ മലയാള സിനിമ ഭരിക്കും, മലയാള സിനിമയെ ലോകത്തിൻ്റെ ഉത്തുംഗ ശൃംഖത്തിൽ കൊണ്ടുവയ്ക്കുമെന്നുള്ളത് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നു. അന്ന് നായകനായ സിനിമയിൽ വന്ന ശങ്കറാണ്. ഈ ശങ്കറിനെ മറികടക്കാൻ മോഹൻലാലിന് വെറും 5 വർഷമേ എടുത്തുള്ളൂ എന്നുള്ളതാണ്. 5 വർഷം കഴിഞ്ഞപ്പോൾ 5-7 വർഷം 10 വർഷത്തിനപ്പുറം ഇറങ്ങിയ അഭിമന്യു എന്ന സിനിമയിൽ, അഭിമന്യുവാണെന്ന് തോന്നുന്നു, അതിൽ ശങ്കർ വില്ലനും മോഹൻലാൽ നായകനുമായി മാറി. നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ട്. മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഓരോ മലയാളിയുടെ അഭിമാനമാണ്. അത് നമുക്ക് ടൈം മാഗസിൻ തന്നെ അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യാസ് ആൻസർ ടു മാർലൺ ബ്രാൻഡോ എന്നുള്ളതാണ്. അതായത് ഈ വാനപ്രസ്ഥം സിനിമ ഇറങ്ങിയ സമയത്ത് മാർലൺ ബ്രാൻഡോ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നടനാണ്. ഗോഡ് ഫാദർ സിനിമയിലേക്ക് അഭിനയിച്ച അദ്ദേഹം മഹാനായ നടനാണ്. അതായത് ലോകം വാഴ്ത്തുന്ന നമ്പർ 1 എന്ന് പറയുന്ന നടനാണ്. അപ്പോൾ അതിന് ഇന്ത്യയുടെ മറുപടി ആണ് മോഹൻലാൽ എന്ന് ടൈം മാഗസീനാണ് പറയുന്നത്. അല്ലാതെ ഇവിടുത്തെ മലയാള മാതൃഭൂമിയല്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സ്വയം പൊക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താണ്, അതിന് ഒരു വലിയൊരു വെയിറ്റേജ് ഉണ്ട്. അതായത് മോഹൻലാൽ എന്ന നടൻ, ഇപ്പോഴും നമ്മൾ പറയും അതായത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും. അതെ, മോഹൻലാലൊക്കെ ഇങ്ങനെ വലിയ നടനാണോ? ലിയാനാർഡോ കാപ്രിയോ ഒക്കെ പോലെ ഉള്ള നടന്മാരുമായിട്ട് ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല. അദ്ദേഹം ജനിച്ച നാട് മാറിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊരു നാടായിരുന്നെങ്കിൽ, അതായത് അമേരിക്കയോ അല്ലെങ്കിൽ പറയുന്ന ലണ്ടനോ ഒക്കെ ആയിരുന്നെങ്കിൽ, UK എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ എത്ര ഓസ്കാർ വാരി കിട്ടിയേനെ? ഉറപ്പായിട്ടും അത് നമുക്കറിയാം. അപ്പോൾ വാനപ്രസ്ഥമൊക്കെ കണ്ടിട്ട് അതെ കണ്ണ് തള്ളി ഇരുന്നിട്ടുണ്ട് ഞാൻ. അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് വാനപ്രസ്ഥം ഒരു കഥകളി പഠിക്കാനായിട്ട് നടൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരാൾ പോകുന്നത് 7-ാം വയസ്സിലൊക്കെയാണ്.
വർഷങ്ങളുടെ പരിശീലനം എടുത്തിട്ടാണ് അത്തരത്തിലുള്ള ട്രെയിനിങ് കിട്ടുന്നത്. വെറും 13-14 ദിവസത്തെ ട്രെയിനിങ് കൊണ്ടാണ് ആ വാനപ്രസ്ഥത്തിൽ നമ്മൾ കണ്ട എന്താണ് ഒരു അതിൽ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് ആ ശ്വാസം നിലയ്ക്കുന്ന ഒരു സീനുണ്ട്. അതെ അതെ, ആ ശ്വാസം നിലയ്ക്കുന്ന സീനിലേക്കൊക്കെ അത് ചെയ്യാൻ ഒരു കഥകളി ചെയ്യുന്ന ഒരാള് ആള് എത്തുന്നത് വർഷങ്ങളുടെ അതെ, പരിചയം അതിന് അസാധാരണമായിട്ടുള്ള ബ്രെത്ത് കൺട്രോൾ ആവശ്യമുണ്ട്. അതായത് ശ്വാസത്തിന്റെ അതിനകത്ത് ആ സീനിൽ നമ്മൾ നോക്കുകയാണെന്ന് മനസ്സിലാവും. അതായത് ഈ മൂക്കിന്റെ താഴെയായിട്ട് ഈ മുക്കുത്തി പോലെ ഒരു ഇതുണ്ട്. അതിങ്ങനെ ശ്വാസം നിലയ്ക്കുന്നതിനനുസരിച്ച്, അതായത് ശ്വാസഗതി കുറഞ്ഞു കുറഞ്ഞു വന്നായിരിക്കുമല്ലോ മരണത്തിലേക്ക് പോകുന്നത്. അപ്പം ഈ ശ്വാസഗതി കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് ഈ മൂക്കുത്തി ഇങ്ങനെ ചെറുതായി ചലിക്കും, കുറച്ചും കൂടി ചെറുതായി ചലിക്കും, അവസാനം നിശ്ചലമാവുന്നു. ഈ നിശ്ചലമായി അതിൽ മോഹൻലാൽ ബോധം കെട്ട് വീഴുകയാണ്. അപ്പോൾ ഈ ബോധം കെട്ട് വീഴുന്നത് ശരിക്കും ബോധം കെട്ട് വീഴുന്നു എന്ന് അവർ വിചാരിച്ചു. അത്തരത്തിലുള്ള ഒരു അഭിനയമായിരുന്നു. അപ്പം ജീവിതത്തിൻ്റെയും അഭിനയത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു നേർത്ത വരയുണ്ട്. ആ വരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. അത് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യപ്പെടില്ല. അതായത് മാധുരി ദീക്ഷിത് പറയുന്നത് 1000 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിലൊരിക്കലാണ് ഒരു മോഹൻലാൽ ഉണ്ടാകുന്നതെന്നാണ്. അപ്പോൾ അങ്ങനെ ഇനി ഒരിക്കലും ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇനി 100 വർഷത്തേക്ക് അടുത്തൊരു മോഹൻലാലിനെ നമുക്ക് കിട്ടില്ല എന്ന് പറയുമ്പോൾ ആ നടൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാം. കാരണം മറ്റു എല്ലാ നടന്മാരെയും ഇകഴ്ത്തുന്നതിന് വേണ്ടി പറയുന്നതല്ല. മോഹൻലാലിൻ്റെ അഭിനയ ശൈലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴെല്ലാം തന്നെ അതിൽ നമുക്കൊരു മോഹൻലാലിനെ കാണാൻ കഴിയും. അങ്ങനെയല്ല മറ്റു നടന്മാർ. നമ്മളിപ്പോൾ മമ്മൂട്ടിയെ നിരീക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹം മൃഗയെ അഭിനയിച്ചതുപോലെ അല്ല സേതുരാമ SCB ആയിട്ട് വരുമ്പോൾ. അതല്ല രാജമാണിക്യത്തിൽ നമ്മൾ കാണുന്ന മമ്മൂട്ടി, അതല്ല മറ്റ് സിനിമകളിൽ നമ്മൾ കാണുന്ന. അപ്പോൾ അങ്ങനെയുള്ള അഭിനയം നമുക്ക് മോഹൻലാലിൽ കാണാൻ കഴിയില്ല. മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളിലും മോഹൻലാൽ ഉണ്ടായിരിക്കും, അല്ലേ? പക്ഷേ അവിടെയല്ല, അതല്ല ആ നടൻ്റെ കഴിവെന്ന് പറയുന്നത് എത്രത്തോളം ആഴത്തിൽ ഒരു കഥാപാത്രത്തിനെ ഉൾക്കൊള്ളും എന്നുള്ളതാണ്. അതായത് പരപ്പല്ല, ഒരു ആഴമാണ് മോഹൻലാലിൻ്റെ അഭിനയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത. അതായത് ഒരു കഥാപാത്രത്തിൻ്റെ എത്രത്തോളം ആഴത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമുക്കറിയാം കിരീടത്തിലെ സേതുമാധവൻ ആയിക്കോട്ടെ, അത് നമുക്ക് തോന്നും ഇത് നമ്മളാണല്ലോ എന്ന് തോന്നും. അതായത് നമ്മളെ അത്രത്തോളം ഭംഗിയായിട്ട് സ്ക്രീനിൽ അദ്ദേഹത്തിന് പ്രതിനിധാനം ചെയ്യാൻ പറ്റുന്നു. അതാണ് അവിടെ ഒരു കഴിവ്. അതായത് നമ്മളെക്കാൾ നന്നായിട്ട് നമ്മളാവാൻ അദ്ദേഹത്തിന് പറ്റുന്നു എന്നുള്ളതാണ്. അത് മറ്റൊരു നടന് സാധ്യമല്ല. കാരണം മറ്റുള്ളവരെല്ലാം തന്നെ അഭിനയിക്കുമ്പോൾ നല്ല നടനാണ്, നല്ല അഭിനയമാണെന്ന് തോന്നും. പക്ഷേ ഇദ്ദേഹം ചെയ്യുമ്പോൾ നമുക്കത് അഭിനയമാണെന്ന് പറയാൻ തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇദ്ദേഹം ശരിക്കും ആ കഥാപാത്രമാണ് എന്ന് നമുക്ക് തോന്നുന്നു. അതായത് മോഹൻലാലിൻ്റെ അഭിനയ ശൈലിയെ പറ്റി മമ്മൂട്ടി തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്, അവരുടെ അഭിനയ ശൈലിയിലുള്ള വ്യത്യാസം. അതായത് മമ്മൂട്ടി കഥാപാത്രത്തിലേക്ക് പോകുന്നു, മമ്മൂട്ടി കഥാപാത്രമായി മാറുന്നു, മോഹൻലാൽ കഥാപാത്രത്തിനെ താനാക്കി മാറ്റുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം ഈ കഥാപാത്രം താനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഞാനായിട്ട് മോഹൻലാലിനെ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഞാനായിട്ട് മാറില്ല, പകരം എന്നെ മോഹൻലാലായിട്ട് അദ്ദേഹം മാറ്റും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ ശൈലി. ഇദ്ദേഹം എന്താ പറയുക, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ടെക്നിക്കോ അങ്ങനെ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അദ്ദേഹത്തിനോട് ഈ അഭിനയം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എനിക്കറിയില്ല എന്നാണ്. അത് കഴിഞ്ഞ് സംഭവിക്കുകയാണ്. സ്വതസിദ്ധമായുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു നാൾ വഴികൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വന്ന ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ചിത്രം 1988 ഇറങ്ങിയ ചിത്രം. അതായിരുന്നു അദ്ദേഹത്തിന് ഒരു എൻ്റർടൈൻ എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സിനിമ. അതിനുശേഷം മോഹൻലാൽ ക്ലൈമാക്സിൽ മരിക്കുന്ന ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും തന്നെ നമുക്ക് മലയാളിക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, അതുകൊണ്ട് ആ ചിത്രം പരാജയപ്പെട്ടു പോയ സിനിമകളുണ്ട്. വന്ദനത്തിൽ നായികയുമായി ഒന്നിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ സിനിമ പരാജയമായി. അങ്ങനെ സിനിമകളുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പോൾ ആ സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. കിരീടം എന്നുള്ള സിനിമ 1989 ആദ്യമായിട്ട് ദേശീയ അവാർഡ്, അതായത് ദേശീയ അവാർഡ് എന്ന് പറയുമ്പോൾ പ്രത്യേക ജൂറി പരാമർശം കിട്ടുന്നത് വടക്കൻ വീര കഥയുടെ ആയിരുന്നു മത്സരം. അതിൽ മോഹൻലാൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ അടുത്ത വർഷം തന്നെ 91 തന്നെ ഭരതത്തിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് വാങ്ങിച്ചു. ഇതിൻ്റെ ഒരു കഥയും കൂടെ ഉണ്ട്. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കുന്ന സമയത്ത് ഓഡീഷൻ്റെ സമയത്ത് സിബി മലയിൽ ആയിരുന്നു അതിൻ്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ. സിബി മലയിൽ അന്ന് മോഹൻലാലിന് കൊടുത്ത മാർക്ക് ഈ അഭിനയം കണ്ടിട്ട് 100ൽ 3 മാർക്കായിരുന്നു. അതേ സിബി മലയിലിൻ്റെ പടമാണ് 91 ഇറങ്ങിയ ഭരതം. അതിൽ ആണ് ദേശീയ പുരസ്കാരം വാങ്ങിച്ചത്. അങ്ങനെ ഒരു മധുര പ്രതികാരത്തിൻ്റെ കഥ കൂടെ അവിടെയുണ്ട്. പിന്നെ ദേവാസുരം നമുക്കറിയാം, സ്ഫടികം അറിയാം, വാനപ്രസ്ഥമാണ് ഈ പറയുന്ന പോലെ വിശ്വോത്തരമായിട്ടുള്ളൊരു കീർത്തിയിലേക്ക് മോഹൻലാലിൻ്റെ അഭിനയത്തിനെ കൊണ്ടുപോയത്. പിന്നെ ദൃശ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സിനിമയാണ്. ദൃശ്യത്തിൻ്റെ സീക്വലുകളും പിന്നെ പുലിമുരുകൻ എല്ലാവർക്കും അറിയാവുന്ന, ലൂസിഫർ. ഇപ്പോൾ നമ്മൾ കാണുന്ന മോഹൻലാൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മാസ് പരിവേഷമുള്ള ഒരു മോഹൻലാലാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന
അസാധാരണമായിട്ടുള്ള അഭിനയശേഷിയുള്ള ഏത് കഥാപാത്രവും ലോകത്തിലെ ഏത് മലയാളിയായിട്ടും അദ്ദേഹത്തിന് മാറാൻ കഴിയും. അങ്ങനെ ഒരു നടൻ ഇവിടെയുണ്ട്. അദ്ദേഹം ഇതുപോലെയുള്ള ഇന്ത്യൻ സിനിമയുടെ പരമോന്നതമായിട്ടുള്ള അവാർഡ് വാങ്ങിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമുള്ള കാര്യമാണ്. ഇവിടെ അനാവശ്യമായിട്ട് രാഷ്ട്രീയം കുത്തിക്കയറ്റി, അദ്ദേഹത്തിൻ്റെ മതവും ജാതിയൊക്കെ കുത്തിക്കയറ്റി ഇതിലേക്ക് ആ ഒരു മൊമെൻറ്റിനെ സ്പോയിൽ ചെയ്യുന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതിനപ്പുറത്തേക്ക് അതായത് കൊതിക്കറിവെന്ന് പറയില്ലേ, അത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.